പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഒരു ഉദാഹരണം നൽകുക. ആൻസർ: ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ ഓർ ഇൻസ്റ്റാഗ്രാം. ഏതെങ്കിലും ഒന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, നെയിം എനി വൺ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ഏതെങ്കിലും ഒരു ആശയവിനിമയ തടസ്സം പേര് നൽകുക. ആൻസർ: ലാംഗ്വേജ് ബാരിയർ. ഭാഷാ തടസ്സം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് AM സ്റ്റാൻഡ് ഫോർ ഇൻ റേഡിയോ. റേഡിയോയിൽ AM എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നാലാമത്തെ ചോദ്യം, വിച്ച് തിയറി സജസ്റ്റസ് ദാറ്റ് വ്യൂവേഴ്സ് അക്സെപ്റ്റ് മീഡിയ മെസ്സേജസ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് എ ബുള്ളറ്റ് ഷോട്ട് ഫ്രോം ഗൺ. വെടിയുണ്ട തോക്കിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ പ്രേക്ഷകർ മാധ്യമ സന്ദേശങ്ങൾ അതേപടി സ്വീകരിക്കുന്നു എന്ന് ഏത് സിദ്ധാന്തം പറയുന്നു? ആൻസർ: ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി, മാജിക് ബുള്ളറ്റ് തിയറി പറയുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് പൊയറ്റിക്സ്. പൊയറ്റിക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ: അരിസ്റ്റോട്ടിൽ. ആറാമത്തെ, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിലെ ഫീഡ്ബാക്കിന് ഒരു ഉദാഹരണം നൽകുക. ആൻസർ: നോഡിംഗ് ദ ഹെഡ്, റിപ്ലൈയിങ് യെസ്. ഇനി ഏഴാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ICT. ICT വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, IST എന്നുള്ളത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എട്ടാമത്തെ ചോദ്യം, ഹു സജസ്റ്റഡ് നാർക്കോസ്റ്റിംഗ് ആസ് എ ഡൈസ്ഫങ്ഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അപാകതയായി മയക്കുമരുന്ന് ഉപയോഗം നിർദ്ദേശിച്ചത് ആര്? ആൻസർ: പോൾ എഫ് ലെസാർസ്ഫെൽഡ് ആൻഡ് റോബർട്ട് K. മെർട്ടൺ. ഒമ്പതാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ വർക്ക് എയറോപെജറ്റിക്ക. എയറോപെജറ്റിക്ക എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ: ജോൺ മിൽട്ടൺ. പത്താമത്തെ ചോദ്യം, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻവെന്റർ ഓഫ് മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി. ആധുനിക പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആര്? ആൻസർ: ജൊഹാനസ് ഗുട്ടൻബർഗ്. പതിനൊന്നാമത്തെ ചോദ്യം, നെയിം ഓഫ് ദ ഓൾഡസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഐഡന്റിഫൈഡ് ബൈ ആർക്കോളജിസ്റ്റ്. പുരാവസ്തു ഗവേഷകൻ കണ്ടെത്തിയ ഏറ്റവും പഴയ അച്ചടിച്ച പുസ്തകത്തിന്റെ പേര് നൽകുക. ആൻസർ: ഡയമണ്ട് സൂത്ര. പന്ത്രണ്ടാമത്തെ ചോദ്യം, എക്സ്പാൻഡ് SMCR. ആൻസർ: സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ. പതിമൂന്നാമത്തെ ചോദ്യം, ഹു ഡെവലപ്ഡ് ഫ്രെയിം അനാലിസിസ്. ഫ്രെയിം അനാലിസിസ് വികസിപ്പിച്ചത് ആര്? ആൻസർ: എർവിങ് ഗോഫ്മാൻ. പതിനാലാമത്തെ ചോദ്യം, നെയിം ദ തിയറി ഡെവലപ്ഡ് ബൈ McCombs and show that suggested media shapes public perception by determining what topics are important. മാധ്യമങ്ങൾ എന്ത് വിഷയങ്ങളാണ് പ്രധാനമെന്ന് നിർണ്ണയിക്കുന്നതിലൂടെ പൊതുജനങ്ങളുടെ ധാരണ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്ന മക്കോംസും ഷായും വികസിപ്പിച്ച സിദ്ധാന്തത്തിന്റെ പേര് നൽകുക. ആൻസർ: അജണ്ട സെറ്റിംഗ് തിയറി.
ഇനി 15ാമത്തെ ചോദ്യം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ചാനൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിലെ ഒരു ചാനലിന് ഉദാഹരണം നൽകുക. ആൻസർ ടെലിവിഷൻ, അല്ലെങ്കിൽ റേഡിയോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്.